ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കന് പകരം വെളുത്ത കടല, പൊട്ടാറ്റോ അല്ലെങ്കിൽ പനീർ, മുട്ട ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം സെയിം മെത്തേഡിൽ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ 1 ടേബിൾ സ്പൂണ്. എന്നിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. ഓക്കെ, ഇത്രയും മതിന് ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ആ ഒരു ഗരം മസാല പൗഡറിൻ്റെ പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഈ ഒരു ടൊമാറ്റോ വഴന്ന് കിട്ടിയാൽ മതി. അങ്ങനെ വെന്ത് പേസ്റ്റ് പരുവത്തിലാകണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഇത്രയും മതിന് നമുക്കിതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കൻ്റെ അളവിലാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കന് ക്ലീൻ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസിലൊക്കെ ചെയ്യാം. വെളുത്ത കടലയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോൾ കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അതുപോലെ പനീർ വെച്ചും ചെയ്യാം, പൊട്ടാറ്റോ വെച്ച് ചെയ്യാം. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തിൽ ചെയ്താലും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ തീയിലിട്ട് ഇതേപോലെ വേവിച്ചെടുക്കണം. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ആവശ്യമാണെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരുന്നില്ല. ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണിത്. അപ്പോൾ ചിക്കൻ വേകാനുള്ള വെള്ളം ഇതിലുണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയം ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു വലിയ മീഡിയം തേങ്ങ ചിരകിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 5ഓ 6ഓ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കറി വ്യത്യസ്തമാകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ ഒരു തേങ്ങയുടെ കൂടെ പച്ചമുളകൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇളക്കി കൊടുക്കണം നന്നായിട്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ ആ ഒരു തേങ്ങയുടെ കളറൊക്കെ മാറാൻ തുടങ്ങുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഞാൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഈ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട്
1/2 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മല്ലിയിലയുടെ അളവ് കുറച്ച് കുറക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ വെന്ത് വരുമ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ചേർത്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഗീ റൈസ്, ചപ്പാത്തി, പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.